ബോഡിയായിട്ട് കൈ നീട്ടുന്നു നന്നിൽ കൈ നീട്ടി അപ്പൈ അമ്മച്ച കണ്ണടി വെച്ചിട്ടില്ല. ഇപ്പൊ ചെളി വരൂല ഷൂ ഇടണേ പേടിക്കേണ്ട കാര്യമില്ല. കാരണം കാലാവസ്ഥ മാറിയില്ലേ. മറ്റേത് കാലാവസ്ഥ മഴയുള്ളപ്പോഴേ ഇതൊക്കെ ഇറക്കണം തുടങ്ങിയതേ ഉള്ള അല്ല. പക്ഷെ നാട്ടിലെങ്ങാണ്ട് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഇട്ടുന്നതാണല്ലോ. എവിടെയും ഇട്ടുന്നു. ഇന്നലെ നമ്മള് പോയ വീഡിയോക്കകത്ത് ആകാശം കണ്ട് എന്ത് ഭംഗിയെന്ന് നോക്കിയേ. അമ്മ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയോ? പ്ലേ ചെയ്തായിരുന്നു. ഞാൻ ഒരു വീഡിയോ സെൻഡ് ചെയ്തായിരുന്നു. ഞാൻ അമ്മയ്ക്ക് അമ്മ അറിയാതെ അമ്മയുടെ സ്റ്റാറ്റസ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലൊക്കെ റിപ്ലൈ വരുമ്പോ ഞാൻ അമ്മയുടെ ഫോണിൽ എടുത്ത് ഇന്ന് രാവിലെ സ്റ്റാറ്റസ് ഇട്ട് വെച്ചത്. അതെ ഇപ്പം ഇത് കാണിയല്ലോ. തമിഴ്നാട് സ്റ്റൈലും വരുമല്ലേ? തമിഴ്നാട് സ്റ്റൈൽ സ്ഥലം അല്ലേ? അതല്ലേ ആ ഒരു പാലം എവിടെയായിരിക്കും? ഞാൻ ഫോണിൽ കണ്ട പാലം ഡ്രാഗൺ ഫ്ലൈ ട്രൈറ്റ് ഉണ്ട്. അത് കറങ്ങിട്ട് മതിയല്ലേ? ഇതിലേ പോവാം. അവിടെ ഫുള്ള് ഡ്രാഗൺ ഫ്ലൈ എന്നാ പറയുന്നത്. ആ വഴി വരാൻ പറ്റൂലേ? വാ, എന്താ അത് ഈ സർക്കുലർ പാത്ത കൊടുത്തിട്ടേക്കുന്നത്. ഒരു പാലമൊക്കെ ഞാൻ കണ്ടു ഇതിൻ്റെ അകത്തെ. അപ്പം ആ 7 വഴിക്കായിരിക്കും 7 വഴിക്കാണെന്ന് അറിയാം. ഇത്രയും ആകാശം ഒന്നിച്ച് കാണാം. ഇല്ല ഇന്നേ ഉള്ളതാണ്. ഇതിപ്പോ അവിടെയൊക്കെ ഞാൻ പറയുന്ന സാധനം ഇങ്ങനത്തെ കണ്ട കണ്ടോ? ഇതിങ്ങനെ ക്രിസ്മസ് ട്രീ പോലെ പൊങ്ങി വരും. കണ്ടോ ഈ ഷേപ്പില്? ഈ ഷേപ്പില് ഇതാ ഞാൻ വീട്ടിൽ കൊണ്ടു വെച്ചെന്ന് പറഞ്ഞത്. ഇത് ശരിക്കും മറ്റേ ആ മരമാണെന്ന് തോന്നുന്നു. പൈൻമരം വരമാണെന്ന് തോന്നുന്നു. കണ്ട ഇതാ ഞാൻ പറഞ്ഞില്ല അമ്മ ഇതിലൊരു കാവ് കൊണ്ടേ ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാഗമണ്ണിൽ എനിക്ക് കിട്ടിയതാണ്. നല്ല വെയിലുണ്ട്. ഇവന്റെയും തൊപ്പിയൊക്കെ മേടിച്ചിട്ട് അതും വീട്ടിൽ വെച്ചേക്കുക. തലയില് വെയിലടിക്കുന്ന ഇതിനാ. ചൂടുള്ള വെയിലൊന്നും അല്ലല്ലോ, സുഖമുള്ള വെയിൽ. അവയ്ക്കൊന്നും ഭയങ്കര സന്തോഷമല്ലേ? പിന്നെ സന്തോഷമല്ലേ? ഇങ്ങനെ നടക്കണ്ട, ഒരാൾക്കുള്ള ജോലി ചെയ്യാതെ നമ്മുടെ അവിടെ പൂവുണ്ട് പാടാൻ ഒരു പൊക്കണത്തിൽ ഇങ്ങനെ കിടന്നോണ്ട് നടത്താൻ എന്ത് സുഖം. ഒരു പായ്ക്കാതെ ചുരുട്ടിക്കൊണ്ട് തോളിച്ചോ സിനിമയ്ക്കകത്ത് അപ്പൊ വഴിയിലിടുവോ മുടിഞ്ഞ വേച്ച ഫോൺ കൈ പിടിക്കണായിരുന്നു. ഏതെടുക്കണമെന്നൊരു തോന്നി വരുന്നില്ല. ബാക്കിയെല്ലാം മുറിച്ചുകൾ അങ്ങനെ ഉണങ്ങിപ്പോ ഇതൊക്കെ ഇത് മാത്രമേ വളർന്നോളം തോന്നുന്നു. ആ ഒറ്റപ്പെട്ട മരം ഇങ്ങനെ ഇങ്ങനെയുള്ള മരങ്ങൾ കാണുന്ന ഭയങ്കര സന്തോഷം. വിണ്ടനി പോണം. വിണ്ടൻ അതിന്റെ കാ നിറഞ്ഞു നിൽക്കണോ? ഞാൻ പറഞ്ഞില്ല അത് കായൊട്ടിച്ചൊട്ടിച്ച് ഫ്ലവർ പെയിന്റ് അടിച്ച് എന്തോ സെറ്റപ്പ് ഇത് വെച്ച് നാട്ടിലുണ്ട്. ഞാൻ ഇതാ ഈ പറയുന്നത് കായ ഇങ്ങനെ ഉടനൊക്കെ അപ്പൊ കുറച്ചപ്പോ പറയൂ ഭയങ്കര വെയിലാണ്. ഇതിപ്പം വെയിലിന്റെ ബാക്ക് വേർഡ്സ് കിടക്കുന്നോണ്ട് കുഴപ്പമില്ല. ഇതെല്ലാം ഇങ്ങനെ കെട്ടി വരുന്ന വെള്ളം ഉണ്ടായതാ. മഴ കെട്ടി വെള്ളം ഉണ്ടായതാ. ചതുപ്പ് സ്ഥലമാണ്. കാല് കുത്തിയ കുഴിഞ്ഞു ഇതിലൊക്കെ കുതിര പോന്നേ. കുതിരസവാരി പിന്നെ നാട്ടിലെ വെയിലിന്റെ തീവ്രതയൊന്നും ഇല്ലല്ലേ? അതാ ഞാൻ പറഞ്ഞേ. പാലം പോലെ തടിയിട്ടിട്ട് പാലമല്ല, അത് അതിന്റെ കുഴി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇട്ടതായിരിക്കും. വേണമെങ്കിൽ അത്രയും ആഴം ഉണ്ടെന്ന് ആൾക്കാർ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇട്ടത്.
മിക്കവാറും വഴിപ്പിശാശി കയറുമായിരിക്കും. ആ പാലത്തിൽ കൂടെ നമുക്ക് വിജിലൻസ്. നല്ല വെയിലല്ലാത്തടത്ത് നല്ല ഇതായിരിക്കും. തിരിച്ചു വരുമ്പോൾ വരാം. തേഴ്സ്ലി വെള്ളക്കുപ്പി എടുക്കായിരുന്നു വേണമെങ്കിൽ. പറഞ്ഞാൽ മതിയായിരുന്നു എന്നോട്. ഞാൻ ചോദിച്ചു കുടിച്ചിട്ട് പോകുന്നു. ഞാൻ കുടിച്ചിട്ടാ വന്നേ. അയച്ചിട്ട് താഴ്ചിട്ട് കുടിക്കാൻ എന്തായാലും കാറ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഞാൻ. കൊച്ചിന് മാത്രം താഴ്ച സാധനമുണ്ട്. അല്ല വെള്ളം എടുത്തിട്ടില്ല. അവന് പാപ്പി വെള്ളം എടുത്തിട്ടുണ്ടോ? ആ വെള്ളം അവന്റെ അടപ്പെടുത്തിട്ടുണ്ട് കൊടുക്കാൻ. ആ വെള്ളം വെച്ച് കൊടുക്കും. ഇതെന്തോ എഴുതി വെച്ചേക്കുന്നേ? ഏതാ കിളികളുണ്ടെന്നായിരിക്കും. കുളം കുഞ്ഞാവ, ഇതാ കുളം. കുളം നോക്കി, കുളം. കുളത്തിൽ നമ്മൾ നേരെ കാട്ടിനകത്തോട്ട് പോകാം. കുഞ്ഞാവേ, കുഞ്ഞാവേ ഓക്കെ അല്ലേ? കുഞ്ഞാവേ ഓക്കെ അല്ലേ? കുഞ്ഞാപ്പി, കുഞ്ഞാവേ ഉറങ്ങുവാണോ? നിന്റെ മുഖം കാണാൻ വയ്യ. അനാക്കൊണ്ട് ഇരിക്കുന്ന കണക്ക് തന്നെ ഉണ്ട്. അതെ, അനാക്കൊണ്ട് ഇരിക്കുന്ന കണക്ക് ഒരു ശിഖരോ. സിനിമയിൽ അനാക്കോണ്ടൊക്കെ ഇത്രയും തഴയുണ്ട്. സൂയിൽ അനാക്കോണ്ട ഇത്ര ഇല്ല. ട്രിവാൻഡ്രം സൂയില് അതിന് അത്രയും വലിപ്പേ ഉള്ളു. ട്രിവാൻഡ്രം സൂയില് അനാക്കോണ്ട സിനിമ ഇച്ചിരിയും കൂടെ എക്സാജറേറ്റഡാ. രണ്ട് വഴിയുണ്ടല്ലോ ഇങ്ങോട്ട് പോവാം. ഭൂമിശാസ്ത്രം വെച്ച് ഡ്രാഗൺ ഫ്ലൈയും ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങോട്ട് വരണ്ടല്ലേ? അത് നമ്മള് വന്ന വഴിയിലേക്ക് അത് നല്ല അറ്റ്മോസ്ഫിയർ ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ അല്ലേ? വെയിലിൽ നിക്കണം, വെയില് തെളിയാതെ ഇങ്ങനെ അമ്മ തലേന്ന് കെട്ടൊക്കെ ഇരിക്കാം. പള്ളി പോണവര് തലക്കെട്ട് വെച്ചിട്ട് ആ തൊപ്പി ഒരെണ്ണം എടുത്ത് ഇനി തൊപ്പി മേടിച്ചു കൊടുക്കണേ. കാറിലിട്ട് വെക്കാം. കാറിന്റെ പുറത്തിട്ട് എവിടെയെങ്കിലും പോവാണെങ്കിൽ തൊപ്പി എടുത്ത് വെച്ചാൽ മതി. ഇത് കണ്ടോ, നല്ല രസമുണ്ടോ അവിടെ? ഒരു അതിൻ്റെ തന്നെ വെട്ടം താഴെ അടിക്കുന്ന കണക്ക്. ചുമന്ന കളറ്. ഈ സാധനമല്ല കാവിലെ പിടിക്കുന്ന ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് നമ്മളടുത്ത് വന്നിരുന്നേ അവനെ നമ്മൾ ഇവിടെ എല്ലാം കൊണ്ട് കാണിച്ചല്ലേ. ഇഷ്ടം പോലെ സാധനം നമ്മൾ കാണിച്ചു തന്നെ. പറയല്ല, ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ്. അത് വേറൊരു വ്ളോഗറുണ്ട്. ആ ചുമ്മാ ഇവിടെ വരെ വന്ന് ഹിഡൻ സ്പോട്ടുകൾ കാണിച്ചു കൊടുക്കാറ്. ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കേരളത്തിലാണല്ലോ, UK അങ്ങനത്തെ സ്ഥലം ഉണ്ടെന്ന് ആർക്കും മനസ്സിലാക്കില്ല. നെൽപ്പാടം പോലെ കിടക്കണോണ്ട്. അത് നെല്ലായിരുന്നു, പക്ഷെ അത് ഞാൻ അത്രയുള്ള നെല്ല് ഞാൻ കണ്ടിട്ടില്ല. അത് ഇവിടുത്തെ കുഞ്ഞരി എനിക്ക് തോന്നുന്നില്ല, ബിരിയാണിയുടെ കൊച്ചരി.
പക്ഷെ അവരിതിലേ വരാത്തവർക്ക് വർത്തല്ല ഇതല്ലേ, ഇത് മാത്രമായിട്ട് നല്ല സ്ഥലമുണ്ട്. ശരിക്കും വാഗമണ് പോകുന്ന പൈൻ ഫോറസ്റ്റിൽ പോകുന്ന ഇവിടെ പക്ഷെ വിന്റർ അടിപൊളിയായിരിക്കും ഇതിനകത്ത്. നമ്മള് പോയ സ്കൂട്ടറിൽ ഓർത്ത് വെച്ചത് നമുക്ക് ഏതെങ്കിലും വേറെ കാലാവസ്ഥയുണ്ട്. വലിയ ദൂരമല്ല നമുക്ക്. നമ്മുടെ മറ്റേ കശുമാവ് നല്ല നല്ല ലൊക്കേഷനാ. കേറി നിന്നാ കാണാൻ പറ്റൂ. ഇവിടെ ഞാൻ ആരെങ്കിലും അവിടെ പോയിക്കൊണ്ട് നല്ല വരാ, ഡ്രസ്സുള്ള വരാ. ഞാണെ ഫോട്ടോ എടുത്തു തരാം. എനിക്ക് മുല്ലപ്പൂ തലയിട്ടുണ്ടോ എടുത്തു തന്നോ? അവിടെ നിൽക്കാതെ എടുത്തു തന്നെ. ഞാവേ മരത്തിനടിയിലാണ്. അവിടെ കിടന്ന് ഉറങ്ങാൻ കൊള്ളാം. കെട്ടി വെച്ചാലും ഇതെല്ലാം കൂടെ ചേർത്ത്, ഈ മരങ്ങളെല്ലാം കൂടെ ചേർത്ത് വീഡിയോ പിരിഞ്ഞ് മറ്റേ കാറ്റത്ത് പിരിഞ്ഞൊടിഞ്ഞതാണോ അല്ലേ? വെട്ടിയതല്ല പുസ്തക ഈ ചന്നം പിന്നെ അത് ഒടിയന കണ്ടോ? കാറ്റത്ത് പിരിഞ്ഞൊടി. ഇങ്ങോട്ട് റൂട്ടുണ്ട്, ഉൾക്കാട്ടിലോട്ട് റൂട്ടുണ്ട്. നമുക്ക് റൈറ്റ് അങ്ങോട്ടേക്ക് വെറൈറ്റിയാണ് നോക്കോ. ഡെസേർട്ടാ. യൂക്കാലിപ്റ്റസിന്റെ കാട് പോലെ ഈ മരമൊക്കെ വിട്ടിട്ട് കാശിക്കായിരുന്നു. ചിന്നക്കനാന്ന് പറഞ്ഞ സ്ഥലത്ത് ലോറികൾ യാത്രയിലൊക്കെ പോയിക്കൊണ്ട് തടികൾ. ഗ്രേഡിയൻ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം ഇരുട്ടാണെങ്കിൽ കുറച്ച് നേരം വെട്ടമായിരിക്കും. ഇപ്പം തന്നെ ഇത്രയും നേരം മരുഭൂമിയുള്ളൊരു സ്ഥലമാണ്. അവരങ്ങ് നടന്നു വരുന്നതേ ഉള്ളൂ. അവർ തളർന്നെന്നാണ് തോന്നുന്നത്. ഇരിക്കാനുള്ള സ്പോട്ടൊക്കെ ചോദിച്ചിരിക്കുക. അപ്പം ഇപ്പോൾ ഒരു കാട് വീണ്ടും കയറി. ഇതെല്ലാം ഒരു ഉൾക്കാട് തന്നെയാണ്. ചിലയിടത്ത് വെയിലും ചിലയിടത്ത് ഇരുട്ട്, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനല്ല. ഉണ്ടാ നട്ടുച്ച സമയം, അതാണ് സൂര്യൻ തലയ്ക്ക് മേളിൽ കൂടെ അടിക്കുക. നട്ടുച്ചയെന്ന് പറഞ്ഞാൽ ഒരു 3 മണി സമയം. പക്ഷേ സമ്മർ ആയതുകൊണ്ട് തന്നെ നട്ടുച്ച ഫീൽ തന്നെയാണ്. സിമ്പിളൊക്കെ കൊടുത്തേക്കുന്നത് നേരെ നേരെയെന്ന് ആർക്കറിയാം. റൈറ്റ് ഉണ്ടെങ്കിൽ തിരിയണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നേക്കാം. ഇവിടെ ഒരു റൈറ്റ് കിടക്കുന്നുണ്ട്. ഈ റൈറ്റ് തിരിയണോ അതോ നേരെ പോകണോ പിടുത്തമില്ല. നോക്കാം. ഇതെങ്ങോട്ടാണ് കൊടുത്തേക്കുന്നതെന്ന് അങ്ങോട്ട് പബ്ലിക് ബ്രിഡിൽ വേ നേരെ നഗരത്തേക്കെന്നാ നേരെ പോവാം. നാട്ടിലൊക്കെ വഴിതെറ്റി പോകുമ്പം ഇല്ല ആൾക്കാർ വന്ന് അകപ്പെട്ട് പോകുന്നൊരു കൊള്ളക്കാരുടെ വീടില്ലേ, വഴിതെറ്റി പോകുമ്പോൾ പാതിരാത്രി മഴയത്ത് വന്ന് കതവ് മുട്ടും. ഈ ഇതേ കണക്കുള്ള വീട്ടിലാണ്. ആരെങ്കിലും ഉണ്ടോയെന്ന് അത് വീടാണോ എന്താണോന്ന് അറിയത്തില്ല. അപ്പം നമ്മളവിടെ കൊടുക്കത്തില്ല ആൾക്കാർ, എന്നിട്ട് വയറൊക്കെ കീറി കൊന്നുകളയത്തില്ലേ, അങ്ങനത്തെ സ്പോട്ട് നോക്ക്. 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക. അപ്പം
വഴിപ്പിശാശ് വീണ്ടും പണി എന്ന് ഇവനൊക്കെ തളർന്ന് കിടന്നുറങ്ങി. വഴിപ്പിശാശ് വീണ്ടും പണി എന്നിട്ടുണ്ട്. ഏത് വഴിയാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തവും. ഇവിടെ വന്ന് ട്രാപ്പാണ്. ഒരു 5-6 വഴി വന്നിട്ടുണ്ട് ഇവിടെ. ഒരു പിടുത്തവും ഇല്ല. ഇനി ഇരിക്കുക. അതെ, റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ പോകണം. എന്തായാലും വഴിപ്പിശാശിൻ്റെ കെണിയിൽ പെട്ടുപോയി. മരത്തിന്റെ ഷേപ്പ് നോക്കിയാമേ. ഇതിലേത് വഴി വേണമെങ്കിലും ചൂസ് ചെയ്യാൻ തോന്നുന്നു. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, പക്ഷെ ഈ വഴി ചൂസ് ചെയ്യാനാ നല്ലതല്ലേ. ഇത് ഇഷ്ടംപടി പൊഴിഞ്ഞ് നിരത്തി വീടുന്നുണ്ട് കേട്ടോ ഇതിന്റെ കായ. സൂര്യൻ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരും, ഇടങ്ങി കയറി പോകും. ഏതൊക്കെയോ മരം എടുക്കാനിട്ടെന്ന് പറയുന്നു. ഏതാണോ എന്തോ. എന്തായാലും കൊള്ളാം. നടന്നൊരു വിജനമായ സ്ഥലത്തെത്തി. പണി നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മയൊക്കെ തളർന്ന് ഭയങ്കരമായിട്ട് തളർന്നെന്നൊക്കെ പറയുന്നു. നമ്മളെന്തായാലും എത്തണം കാർ പാർക്കിങ്ങിൽ. Dogs must be kept on leads. അതായത് പള്ളിയിൽ കുടുക്കിയിടണമെന്നാണ് ഉദ്ദേശിച്ചത്. നല്ല ലൊക്കേഷൻ. അടിപൊളി ലൊക്കേഷന്. ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ബാക്ക് നിക്ക് അവരുടെ അടുത്ത് കേട്ടെ. അങ്ങനെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ ചെരിഞ്ഞു നിന്നു. ആ മരത്തെ ചെരിഞ്ഞു നിന്നു. അടിപൊളി ലൊക്കേഷനാ. കട്ട് ചെയ്യുന്നില്ല കേട്ടോ. പട്ടേ സീന്. ഇൻസ്റ്റാ 360 എടുക്കുന്ന പാലത്തിന്റെ നല്ലൊരു സ്ഥിതിയാണ്. നല്ല ഓപ്പൺ സ്പേസ് വരുമ്പോൾ ഇതാ ഓപ്പൺ സ്പേസ്. ഇതാ നല്ല ലൊക്കേഷനും. അതിന്റെ കവറങ്ങ് ഊരാവോ. മുകളിലേക്ക് പൊക്കണേ. പുറകെ നടക്കാം ഞങ്ങൾ. അടിപൊളി. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഫോട്ടോ.
ഈ വൈഡേറിയ കിട്ടും വലിയ അത് 360 വലിയ ഫോർക്ക് കിട്ടുമെന്ന് വന്നിട്ടേ. ഞാൻ നടന്നിട്ട് വരാം. അങ്ങോട്ടാ നമുക്ക് പോകണ്ട. അങ്ങോട്ടാ ഞങ്ങളോട് നടക്കട്ടെ. തളരൂല്ലേ? ഇല്ല ഇല്ല ഇല്ല, വീഡിയോ ഇട്ടെ ഞങ്ങൾക്ക് സൗണ്ടിന്റെ വീഡിയോ. ഇത് പൊക്കട്ടെ. I saw a dragonfly. Today I saw a dragonfly. നമ്മൾ കണ്ടു. അടിപൊളി സ്ഥലം അല്ലേ? ഇവിടുത്തെ ഓരോ സ്ഥലവും കാണുമ്പോൾ പൊടുപ്പുമില്ല തുണിയായിട്ടേക്കുന്നത്. ഇവിടെ നോക്കിയാൽ മതി, പല്ലിയൊക്കെ കാണാം. പല്ലിയെ ചരച്ച് അതൊക്കെയാണെന്നേ ഉള്ളൂ. വീട്ടിൽ പല്ലി എത്തുമോ എന്തോ ഇനി ദേഹത്ത് കയറി.
അല്ലല്ല 10 കിലോമീറ്റർ ആവുമായിരിക്കും തീരുമ്പം. 7-8 കിലോമീറ്റർ കഴിയുമായിരിക്കും. കണ്ട് ആമ്പല താമര അല്ലല്ലോ ആമ്പല് അല്ലേ? അത് താഴേക്കില്ല കേട്ടോ, താഴെ ഇല്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന വേണ്ട ആമ്പല്. പൊന്നെന്തി ഒരു ഉമ്മച്ചമ്മ അമ്മച്ചൻ്റെ ഒരു ഉമ്മത്ത തരൂല്ലേ? ഓ ഇവിടെ തരൂലാന്ന് ഒരു ഉമ്മ തരാൻ പറഞ്ഞപ്പോ ഇല്ലാന്ന്. കണ്ട